10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്ക് വരാൻ ന്യായപ്രമാണം അനുവദിക്കാത്തത് കൊണ്ട് അങ്ങ് പാളയത്തിന് പുറത്തു നിന്നുകൊണ്ട് പാളയത്തിനകത്ത് നിൽക്കുന്ന യേശുവിനെ നോക്കി യേശു എന്ന് വിളിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് യേശു എന്നാ പറഞ്ഞ്. യേശു നായക, ഞങ്ങളോട് കനിവുണ്ടായി മനസ്സറിയണം. അങ്ങ് ദൂരെ നിൽക്കുന്നോട് യേശു പറഞ്ഞു, പൊക്കോ, പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്ക്. അവർ തിരിച്ചുപോയി. പോന്ന പോക്കി 10 പേരും സൗഖ്യമായി. ഇങ്ങോട്ട് വന്നപ്പോൾ കൈ മുറിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുക. വിരൽ 5ഉമില്ല, മൂക്ക് പകുതിയില്ല, ചെവി മുഴുവനില്ല, കാലിന്റെ പത്തി പകുതിയില്ല. ഇങ്ങനെ അംഗവൈകല്യം മുറിഞ്ഞു ചലമൊഴിയുന്ന കുഷ്ഠരോഗികൾ, മനുഷ്യരടുക്കൽ അടുക്കാൻ കഴിയാത്ത അറപ്പുള്ള വെറുപ്പുള്ള രോഗികൾ. അങ്ങ് അകലെ നിൽക്കുമ്പോൾ യേശു ഒറ്റവാക്ക്, പൊയ്ക്കോ, പുരോഹിതന്മാർക്ക് പോയി നിങ്ങളെ കാണിക്ക് എന്ന് പറഞ്ഞ മാത്രയിൽ അവർ 10 പേര് സൗഖ്യമായെങ്കിൽ, സ്നേഹിത, നിന്റെ വിഷയം ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. അവന്റെ കുഷ്ഠം മാറിയെന്ന് മാത്രമല്ല, അവന്റെ മുറിഞ്ഞു പോയ വിരൽ 5ഉം അതുപോലെ ഉണ്ടായി, അവന്റെ അടന്നുപോയ ചെവി അതുപോലെ ഉണ്ടായി. ഇന്ന് രാത്രി കുഷ്ഠത്തിന് അംഗവൈകല്യം വരുത്താൻ കഴിയും, പക്ഷെ അവന്റെ ശബ്ദത്തിന് തിരിച്ചു തരാൻ കഴിയും. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. നിന്റെ കുടുംബത്തിന്റെ ഉള്ളറയിൽ ഛേദങ്ങൾ വരുത്തിയ ചിലത്, നിന്റെ തലമുറയിൽ ചിലത് ഛേദം വരുത്തിയ ചില പോരുകളെ ഇന്ന് രാത്രി ഒറ്റ വാക്കിൽ മടക്കിത്തരാൻ കഴിവുള്ള കരുത്തുള്ള ഒരുവനുണ്ട്. അവന്റെ പേരത്രേ യേശുവെന്ന്. വിശ്വസിക്കുന്നവർ മൗനമായിരിക്കരുത്. ഈ രാത്രി വിശ്വസിച്ച് ആരാധിച്ചാൽ എത്ര ഗൗരവമേറിയ വിഷയമായാലും ഹല്ലേലൂയ. പ്രിയരെ, ഇനി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ക്യാൻസർ പ്രാർത്ഥിച്ച് മാറിയാൽ കുറച്ച് കഴിയുമ്പോൾ ട്യൂമർ ഉണ്ടാവും. ട്യൂമർ പ്രാർത്ഥിച്ച് മാറിയാൽ ബ്രെയിൻ അറ്റാക്ക് ഉണ്ടാവും. ബ്രെയിൻ അറ്റാക്ക് പ്രാർത്ഥിച്ച് മാറിയാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. ഹാർട്ട് അറ്റാക്ക് പ്രാർത്ഥിച്ച് മാറിയാൽ കിഡ്നി ട്രബിൾ ഉണ്ടാകും. കിഡ്നി ട്രബിൾ പ്രാർത്ഥിച്ച് മാറിയാൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാകും. സ്റ്റോണ് പ്രാർത്ഥിച്ച് അടിച്ചു പൊട്ടിച്ച് കളഞ്ഞാൽ നിന്റെ ലിവറിന് വീക്കം ഉണ്ടാകും. ലിവർ വീക്കം പ്രാർത്ഥിച്ച് മാറിയാൽ COVID-19 ഉണ്ടാകും. കോവിഡ് മാറിയാൽ വൈറൽ ഫീവർ ഉണ്ടാകും. വൈറൽ ഫീവർ മാറിയാൽ പനിയും പിന്നെ ന്യൂമോണിയ ഉണ്ടാകും. നിങ്ങൾ ഗൗരവത്തിരിക്കാതെ എനിക്ക് മനസ്സിലായി. സ്തോത്രം. നീ ഈ മൺകൂടാരത്തിൽ വസിക്കും കാലം ഒന്ന് മാറിയാൽ മറ്റൊന്ന് വരും. പ്രകൃതിയുടെ കാലാവസ്ഥ വ്യതിയാനം പോലെ നിന്റെ ഈ മൺകൂടാരത്തിൽ നാളുകളിൽ പിന്നെ ഈ രോഗമുണ്ടാകും. ഒരു വാക്ക് പറഞ്ഞാൽ മതി ഈ സോക്കേടെല്ലാം മാറാൻ. ക്യാൻസർ മാറാൻ ഒരു വാക്ക്, ട്യൂമർ മാറാൻ ഒരു വാക്ക്, ലുക്കേമിയ മാറാൻ ഒരു വാക്ക്, കിഡ്നി ട്രബിൾ മാറാൻ ഒരു വാക്ക്, അല്ല ലിവർ വീക്കം മാറാൻ ഒരു വാക്ക്, ലിവർ സിറോസിസ് മാറാൻ ഒരു വാക്ക്. നിങ്ങൾ സ്വത്രം പറഞ്ഞില്ല. ഇന്ന് രാത്രി അല്ല ഈ രോഗം മാറാൻ ഒരു വാക്ക് മതി. പക്ഷെ യേശു വന്നത് നിന്റെ ഈ ജഡത്തിന്റെ രോഗം മാറ്റാൻ മാത്രമല്ല. യേശു വന്നത് ഒരു വാക്കുകൊണ്ട് മാറ്റാൻ കഴിയാത്ത ഒന്നുണ്ട്. ആ മാരക രോഗത്തിന്റെ പേരത്രേ പാപമെന്ന്. ഏറ്റെടുക്കുന്നവർ മൗനമായിരിക്കരുത്. ഇന്ന് രാത്രി കൺവെൻഷൻ വെച്ചത് ആരുടെയും പനിയോ ചൊറിയോ പ്രാർത്ഥിച്ചു മാറ്റാനല്ല, അതിനപ്പുറത്ത് മാരകമായി നിന്നെ അലട്ടുന്ന പാപമെന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ധന്യനായ പൗലോസ് തീമോഥെയോസിന് ലേഖനം എഴുതിയപ്പോൾ 1-ാം ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ 15-ാം വാക്യത്തിൽ താൻ ഇങ്ങനെ ഓർപ്പിക്കുകയുണ്ടായി. ഒന്ന് വായിച്ചാട്ട്. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് ശ്രദ്ധിച്ച് നിങ്ങൾ ആ വാക്യം കേൾക്കണം. രോഗികളെ സൗഖ്യമാക്കാൻ വന്നെന്നല്ല. വിശക്കുന്നവൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോറ്റാൻ ക്രിസ്തുവേശു വന്നെന്നല്ല. വിശന്നപ്പം കൊടുത്തെന്നുള്ള സത്യം ഇന്ന് രാത്രിയും കൊടുക്കും. ഹലോ, രോഗിയുണ്ട് ഈ രാത്രി സൗഖ്യമായിട്ട് ഈ പന്തല് വിടത്തുള്ളൂ. പക്ഷെ യേശു വന്നത്, പൗലോസ് പറയുന്നു, യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിക്കാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും
എല്ലാവരും ഭാരതീയനും അമേരിക്കക്കാരനും കാനഡക്കാരനും ഓസ്ട്രേലിയക്കാരനും പാകിസ്ഥാൻകാരനും ബംഗ്ലാദേശുകാരനും ഉസ്ബെക്കിസ്ഥാൻകാരനും അഫ്ഗാനിസ്ഥാൻകാരനും ഉലകത്തിലെ സകല മനുഷ്യരും ഒരുപോലെ അംഗീകരിക്കാൻ യോഗ്യമായ ഒരു വചനമുണ്ടെങ്കിൽ യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ഏറ്റെടുക്കുന്നവർ കരമടിച്ച് ഇരത് ദൈവത്തെ സ്തുതിച്ച് യേശു വന്നത് പാപികളെ രക്ഷിക്കാനാ. പൗലോസ് പറയാണ് പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അടുത്ത വാക്യം, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. നമുക്ക് പലതിനും ഒന്നാം സ്ഥാനം കിട്ടിയില്ലെങ്കിലും നമുക്കെല്ലാം ഒന്നാം സ്ഥാനം കിട്ടിയ ഒന്നുണ്ട്. അതാ പാപികളിൽ ഞാൻ ഒന്നാമൻ. സ്തോത്രം. ഇത് പറയുന്ന മനുഷ്യൻ ആരാന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജാതിക്കാരൻ. അതിലെ ഏറ്റവും ശക്തമായ ഈ ചെന്നായെ പോലെ കടിച്ചു കീറുന്ന ചെന്നായുടെ സ്വഭാവമുള്ള ഒരു ഗോത്രമുണ്ട്. ആ ഗോത്രത്തിന്റെ പേര് ബെന്യാമീൻ ഗോത്രമാണ്. ഇസ്രായേൽ ജാതിയിലെ കടിച്ചു കീറുന്ന ചെന്നായുടെ ഗോത്രമായ ബെന്യാമീൻ ഗോത്രക്കാരൻ യഹൂദന്റെ ഇടയിലെ ന്യായപ്രമാണം തലനാരിഴ കീറി ആഴ്ചയെ 3 ദിവസം ഉപവസിക്കുന്ന, ലഭിക്കുന്നതിനെല്ലാം കൃത്യമായ പസാരം കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടൊന്നുമല്ല. 10 ജീരകം വീട്ടിലുണ്ടായാൽ അവൻ എണ്ണും. 9 ജീരകം മാറ്റിവെക്കും, 1 ജീരകം ഇങ്ങോട്ട് വെക്കും. 10 ചതകുപ്പി എടുത്താൽ 9 ഇവിടെ വെക്കും, 1 ഇങ്ങോട്ട് വെക്കും. ഹലോ, ചതകുപ്പയ്ക്കും ജീരകത്തിനും തൊട്ട് ദൈവം കൊടുക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് പരീശന്മാരാ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കേണ്ട സമയത്ത് TV കാണത്തില്ല. അവൻ റോഡിലാണെങ്കിലും, അവൻ മാർക്കറ്റിലാണെങ്കിലും, അവൻ വഴിയോരത്താണെങ്കിലും പ്രാർത്ഥനാ സമയം അവൻ കൃത്യമായി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ ആരാധന മുടക്കത്തില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പരീശന്മാരിൽ നിന്ന് ജനിച്ച പരീശൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ പഠിക്കുന്ന കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ്. പക്ഷേ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ച കാലത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്നതായിരുന്നു നമ്മുടെ ബഹുമാനനായിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിരാ പ്രിയദർശിനിയും പഠിച്ചത് അവിടെയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഞെട്ടുകയാണ് ഇതൊക്കെ കേട്ട്. ഇപ്പം നമ്മുടെ പിള്ളേരെല്ലാം പഠിക്കുന്നത് അവിടെ. ഒരു സ്വതന്ത്രം പറഞ്ഞുതരാം. പ്രൈസ് ദി ലോർഡ്. ഇപ്പം എന്തു പറഞ്ഞ പോലെ അന്ന് അവിടെയൊക്കെ പഠിക്കണമെങ്കിൽ 165 മൈൽ റെയിൽവേ പാളം സ്വന്തം പറമ്പിൽ കൂടെ പോകുന്നതിനെ കൊണ്ടൊക്കെ ഒക്കത്തുള്ളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അതിനെപ്പോലെ പ്രാധാന്യം അർഹിക്കുന്ന അന്നത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി പഠിച്ച മനുഷ്യൻ, ഗമാലിയലിന്റെ പാദപ്പെടുന്ന ന്യായപ്രമാണം തലനാരിഴ കീറി പഠിച്ച മനുഷ്യൻ, കൃത്യം 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യോഗ്യതകളുടെ നീണ്ട പട്ടികയുള്ള മനുഷ്യൻ. പള്ളിയിൽ നിന്ന്, യഹൂദ മതത്തിൽ നിന്ന്, യഹൂദ മതത്തിനെതിരെ ഏതെങ്കിലും ഉപദേശം പ്രചരിപ്പിക്കുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലാൻ അധികാരപത്രം കയ്യിലുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. അവൻ പറയുകയാണ്, ഞാൻ ആ പാപികളിൽ ഒന്നാമനാണ്. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവൻ. ഇന്ന് രാത്രി സ്തോത്രം പറയേണ്ടത് PC ചെറിയാൻ പറയുമ്പോഴല്ല, സ്തോത്രമാണ്. എന്നിട്ടും. ഹലോ, ഞാൻ ആ പാപികൾ ഒന്നാമനായിരുന്നു. എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട്, യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക്, തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും പാപികൾ ഒന്നാമനായി എനിക്ക് കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. സ്തോത്രം പറയണം. ഇന്ന് രാത്രിയിൽ നിന്നോടുള്ള വലിയ പാപത്തെ ക്ഷമിച്ചിട്ട് നിന്നോട് കരുണ തോന്നിയതാണ് ഈ രാത്രി ദൈവത്തെ ആരാധിക്കാൻ ശ്രേഷ്ഠമായിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, യേശു ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിക്കാനാ.
ഒരു വാക്കുകൊണ്ട് പാപം ക്ഷമിക്കാമായിരുന്നുവെങ്കിൽ യേശു ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ഇതുപോലൊരു ബോക്സിനകത്ത് യേശു കയറി ഇപ്പുറത്തിരിക്കുക, അപ്പുറത്ത് PC ചെറിയാൻ നിൽക്കുക. ഞാൻ ഈ ബോക്സിനകത്തിരിക്കുന്ന യേശുവിനോട് പറയുന്നു ഞാൻ പാപിയാണ്. ഉടനെ യേശു ബോക്സിൽ കൂടെ അങ്ങോട്ട് പറഞ്ഞു ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നെങ്കിൽ മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പാപമില്ലാത്തവൻ കൂടിനകത്തും പാപമുള്ളവൻ വെളിയിൽ നിന്നിട്ട് ഞാൻ പാപിയാന്ന് പറയുമ്പോൾ അകത്ത് നിൽക്കും. വാക്കുകൊണ്ട് ക്ഷമിക്കാൻ ഒക്കുന്നതല്ല പാപം. പാപം ക്ഷമിക്കണമെങ്കിൽ പാപിയായ മനുഷ്യന്റെ ഇടയിൽ പാപമില്ലാത്ത ഒരുത്തൻ വരണമായിരുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒരപ്പന്റെ ഇഷ്ടത്താൽ അമ്മയുടെ ഇഷ്ടത്താൽ ജനിക്കപ്പെട്ട സകല മനുഷ്യരും ആദാമ്യ പാപത്തിന്റെ ഉടമയാണ്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു എന്റെ അമ്മ എന്നെ പാപത്തിൽ ഗർഭം ധരിച്ചു. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഗർഭം ധരിക്കപ്പെട്ടത് പാപത്തിലാ. പാപിയായി ഉദരത്തിൽ പിറന്നവൻ, പാപിയായി ലോകത്തിൽ പിറന്നവൻ, പാപിയായി ജീവിക്കുന്നവൻ പാപത്തിന് പരിഹാരം വരുത്താൻ ഒരു വാക്കുപോരാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പ്രിയരെ അതിനെന്ത് ചെയ്യണം? ആദാമ്യ വർഗത്തിൽ പെടാത്ത ഒരുത്തൻ ഇവിടെ ജനിക്കണം. സ്തോത്രം. പാപമുള്ള രക്തമുള്ള ആദാമ്യ വർഗത്തിന്റെ പാരമ്പര്യമില്ലാത്ത ഒരുത്തൻ പാപം ചെയ്ത് ദൈവ തേജസ് മാറിപ്പോയപ്പോൾ ദൈവം പറഞ്ഞു ഈ ഭൂമിയിൽ ഒരു സ്ത്രീയുടെ സന്തതി ജനിക്കും. സ്തോത്രം പറയണം. നമ്മളൊക്കെ എന്തേലും അപകടം പറ്റി അനർത്ഥം വരുമ്പോൾ ഹോസ്പിറ്റലുകാർ DNA എടുക്കുന്നത് ആണുങ്ങളുടെയാണ്. ഇതേത് വ്യക്തിയുടെയാണെന്നറിയാൻ, സ്ത്രീകളുടെ അല്ല. സ്തോത്രം. അതുകൊണ്ട് സ്വർഗം പറഞ്ഞു പുരുഷബന്ധമില്ലാതെ. അതാ മറിയയുടെ ചോദ്യം. ദൂതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അതെങ്ങനെ നടക്കും? ഞാൻ ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ല. സ്വർഗത്തിന്റെ മറുപടി അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ജനിക്കുന്ന പ്രജ, വാക്ക് നിങ്ങൾ പറ, വിശുദ്ധ പ്രജയായിരിക്കും. ഈ ഉലകത്തിൽ വിശുദ്ധ പ്രജയായിട്ട് ഒരാളെ ജനിച്ചിട്ടുള്ളൂ. സ്തോത്രം പറയണം. യേശുവിന്റെ ജനനത്തെ കുറിച്ച് ദൂതൻ പറയുകയാണ് ഒരുത്തൻ ജനിക്കും, അവൻ വിശുദ്ധ പ്രജയായിരിക്കും. പാപത്തിന്റെ അശുദ്ധിയുള്ള മനുഷ്യനെ, അശുദ്ധനായ മനുഷ്യനെ വിശുദ്ധനാക്കാൻ ഈ ലോകത്തിൽ ഒരു വിശുദ്ധ പ്രജ ലഭിക്കും. മറിയ ചോദിച്ച് ഞാൻ അവൻ എന്തോ പേരിടും? അവൻ സർവജനത്തിന്റെയും പാപത്തിൽ നിന്ന് അവനെ രക്ഷിക്കാനുള്ളവനാകയാൽ നീ അവന് യേശു എന്ന് പേരിടണം. സ്തോത്രം പറയണം. യേശു ഉലകത്തിൽ വന്നത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് തട്ടുകട ആരംഭിക്കാനല്ല. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ആ സീസൺ ആയതുകൊണ്ട് തട്ടുകട ആരംഭിക്കാനും 12 ശിഷ്യന്മാരെ ഓരോ കൊട്ട അപ്പമേൽപ്പിച്ച് അപ്പക്കച്ചവടം ചെയ്യാനുമല്ല ഇവിടെ വന്നത്, പാപിയെ രക്ഷിക്കാനാ. ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി യോഗത്തിന്റെ പിൻപിലും ദൈവത്തിന്റെ പദ്ധതി ചില പാപികൾ ഇന്ന് രാത്രി യേശുവിൽ വിശ്വസിച്ച് പാപത്തിന് പരിഹാരം ഉണ്ടാകണം.